മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ലൈംഗികാതിക്രമ കേസിൽ ഒളിവിലായിരുന്ന കർണാടക MP പ്രജ്വൽ രേവണയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി കാളിദാസ് ചേരുന്നുണ്ട്. കാളിദാസ്, അദ്ദേഹം ഒളിവിലായിരുന്നു, അതിനുശേഷം കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഹസൻ MP പ്രജ്വൽ രേവണ്ണയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഹർജി ഇപ്പോൾ പരിഗണിച്ച് അത് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. 6 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 6 വരെ അദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ തന്നെ തുടരും. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു പ്രജ്വൽ രേവണ്ണയെ കെമ്പഗൌഡ വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലേക്ക് എത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. ഇതോടൊപ്പം തന്നെ അദ്ദേഹം തനിക്ക് ജാമ്യം ലഭിക്കാനുള്ളൊരു ഹർജി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ ഒരു ഹർജിയെ തള്ളിക്കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഹർജി പ്രത്യേകം പരിഗണിച്ച് 6 ദിവസത്തേക്ക് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. അതേസമയം ബാംഗ്ലൂരിൽ വെച്ച് അഭിഭാഷകനെ കാണാനുള്ള അനുമതിയും പ്രജ്വൽ രേവണ്ണയ്ക്ക് ഉപാധികളോടെ കോടതി നൽകിയിട്ടുണ്ട്. 34 ദിവസത്തെ ഒളിവിന് ശേഷമായിരുന്നു പ്രജ്വൽ രേവണ്ണ ഇന്നലെ കെമ്പഗൌഡ വിമാനത്താവളത്തിൽ എത്തിയത്. ഇതിനിടയ്ക്ക് തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. NDA സ്ഥാനാർത്ഥിയാണ്, ഹസൻ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിരുന്നു പ്രജ്വൽ രേവണ്ണ. പാർട്ടിയിൽ നിന്ന് തന്നെ ഈ ഒരു വിവാദത്തിന് ശേഷം പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ ലഭിച്ചിരുന്നു. പിന്നീട് CBIയുടെ പ്രത്യേക ആവശ്യപ്രകാരം ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. പ്രജ്വൽ രേവണ്ണയെ അന്വേഷിച്ചുകൊണ്ടുള്ള നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇതുകൂടാതെ വിദേശകാര്യ മന്ത്രാലയം പ്രജ്വലിൻ്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കുമെന്നുള്ള സാഹചര്യം മുന്നിൽ കണ്ടാണ് അദ്ദേഹം വോട്ടെണ്ണലിന് 2 ദിവസം മുമ്പേ ഇപ്പോൾ എത്തിയത്. ഇനി 6 ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ്. അതുമാത്രമല്ല, നാളെ ജൂൺ 1 പ്രജ്വലിൻ്റെ അമ്മ ഭവാനി രേവണ്ണയോടും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം പ്രജ്വലിൻ്റെ പിതാവ് HD രേവണ്ണയ്ക്ക് നേരത്തെ ലഭിച്ചിരുന്ന ജാമ്യം, അതിൽ അദ്ദേഹം ജാമ്യത്തിനായി സമർപ്പിച്ചിരുന്ന തെളിവുകളിൽ തെറ്റുണ്ടെന്ന് എടുത്തു പറഞ്ഞ ഹൈക്കോടതി ഇപ്പോൾ HD രേവണ്ണയ്ക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനിയും 6 ദിവസമാണ് പ്രജ്വൽ കസ്റ്റഡി കാലാവധിയിൽ ഉണ്ടാവുക. ഈ കേസുമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു വിവാദമായിട്ടും ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്കിനിയും അറിയാൻ സാധിക്കും. ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. ലൈംഗികാതിക്രമ കേസിൽ കർണാടക MP പ്രജ്വൽ രേവണ്ണയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. 6 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് കോടതി അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും 1 മാസം നീണ്ട ഒളിവ് ജീവിതത്തിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു.